ചില വിവാദങ്ങളും ട്വിസ്റ്റുകളും നിറഞ്ഞു നിന്ന സംഭവബഹുലമായ ഒരു മാസക്കാലം. അനുജ, അതെ, അങ്ങനെ സംഭവബഹുലമായ ഒരു പ്രചാരണക്കാലത്തിനൊടുവിലാണ് പാലക്കാട് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. 3 മുന്നണികളും വിജയപ്രതീക്ഷയിലാണ്. വിവാദങ്ങളുടെ കുത്തൊഴുക്കുണ്ടായ പ്രചാരണ കാലത്തേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇങ്ങനെയൊരു തിരഞ്ഞെടുപ്പ് കാലം ഉണ്ടായിട്ടില്ല. അത്ര സംഭവബഹുലവും നാടകീയതയും നിറഞ്ഞതായിരുന്നു 27 ദിവസം നീണ്ട പ്രചാരണം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ KPCC ഡിജിറ്റൽ വിഭാഗം തലവൻ ഡോക്ടർ പി സരിൻ പരസ്യമായി രംഗത്തുന്നതോടെ പാലക്കാട് ശ്രദ്ധാകേന്ദ്രമായി. പ്രതിപക്ഷ നേതാവിനും ഷാഫി പറമ്പിലിനുമെതിരെ രൂക്ഷ വിമർശനമുന്നയിച്ച ഡോക്ടർ പി സരിൻ LDF സ്ഥാനാർത്ഥിയായി. പി സരിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് നേതാവ് PK ഷാനിബും കോൺഗ്രസ് പാളയം വിട്ട് പുറത്തുവന്നു. കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള DCCയുടെ കത്ത് പുറത്തായത് വൻ വിവാദമായി. പാലക്കാട് സീറ്റിനു വേണ്ടി ശോഭാ സുരേന്ദ്രനും സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും പിടിവലി നടത്തിയത് BJPയിലും വിവാദമായി. ഏരിയ കമ്മിറ്റി അംഗം അബ്ദുൾ ഷുക്കൂർ ജില്ലാ സെക്രട്ടറിക്കെതിരെ വിമർശനമുന്നയിച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് CPIMനെ വിവാദത്തിലാക്കി. വേഗത്തിൽ അനുനയിപ്പിച്ച് ഷുക്കൂറിനെ CPIM തിരിച്ചെത്തിച്ചു. എന്നാൽ തൊട്ടുപിന്നാലെ NN കൃഷ്ണദാസ് മാധ്യമങ്ങൾക്കെതിരെ നടത്തിയ അധിക്ഷേപ പരാമർശം CPIMനെ വീണ്ടും പ്രതിരോധത്തിലാക്കി. തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ വേദിയിൽ അപമാനിക്കപ്പെട്ടു എന്നാരോപിച്ച് സന്ദീപ് വാര്യർ BJPയിൽ കലാപക്കൊടിയുയർത്തി. പാർട്ടിയോട് കലഹിച്ച സന്ദീപ് വാര്യർ പല സാധ്യതകളും ആരാഞ്ഞ ശേഷം ഒടുവിൽ കോൺഗ്രസിലെത്തിയതും വലിയ ട്വിസ്റ്റായി. ഇതിനെയെല്ലാം കടത്തിവെട്ടുന്നതായിരുന്നു പാതിരാത്രിയിലെ കള്ളപ്പണ പരിശോധന. പട്ടണത്തിലെ ഹോട്ടലിൽ കോൺഗ്രസ് നേതാക്കൾ കള്ളപ്പണ ഇടപാട് നടത്തുന്നുവെന്ന CPM പരാതിയെ തുടർന്നാണ് പോലീസ് പരിശോധന നടത്തിയത്. കോൺഗ്രസിന്റെ വനിതാ നേതാക്കളുടെ മുറി പരിശോധിച്ചതും അതിനെ തടയാൻ ശ്രമിച്ചതും സംഘർഷത്തിന് കാരണമായി. ഹോട്ടലിലേക്ക് പണം കൊണ്ടുവന്നു എന്ന് സംശയിക്കുന്ന നീല ട്രോളി ബാഗായിരുന്നു കള്ളപ്പണ വിവാദത്തിന്റെ കേന്ദ്രബിന്ദു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ കൂടി CPIM പുറത്തുവിട്ടതോടെ വിവാദം ആളിക്കത്തി. നീലപ്പെട്ടി വിവാദം ചർച്ചയാക്കുന്നതിനെതിരെ NN കൃഷ്ണദാസ് രംഗത്തുവന്നത് CPIMനെ ഉലച്ചു. നീലപ്പെട്ടി വിവാദത്തിന് പിന്നാലെയാണ് ഇരട്ട വോട്ട് വിവാദം പ്രചാരണ രംഗം കൈയടക്കിയത്. 2700 ഇരട്ട വോട്ടുകൾ ഉണ്ടെന്ന CPIM ആരോപണത്തിനു പിന്നാലെ BJPയും ആക്ഷേപങ്ങളുമായി കളത്തിലിറങ്ങി. ഇടത് സ്ഥാനാർത്ഥി പാലക്കാട് വോട്ട് ചേർത്തതും പ്രചാരണത്തിൽ ഉന്നയിച്ചു. വോട്ടെടുപ്പ് ദിനത്തിന്റെ തലേദിവസം സന്ദീപ് വാര്യർക്കെതിരെ പത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട LDF പരസ്യമാണ് നാടകീയമായ തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസം പാലക്കാട് കത്തിപ്പടർന്നത്. 24 പാലക്കാട്.